എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഒക്ടോബർ 23 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും സിലബസ് അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി, ഇനി അത് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള channelkala.com ഈ ബുക്ക് ലഭ്യമാണ്. അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള channelkala.com ഈ ബുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തേത് അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ബ്രാൻഡായിട്ടുള്ള എക്സ്പീരിയൻസ് അബുദാബിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് 2025 നിയമിക്കപ്പെട്ടത് ആരാണ്? അപ്പോൾ എന്താ പറഞ്ഞത്? ഈ അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ബ്രാൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അബുദാബി, എന്താണ് എക്സ്പീരിയൻസ് അബുദാബിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് 2025 അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരെന്നാണ്? അത് ദീപിക പദുക്കോൺ. ആരാണ്? ദീപിക പദുക്കോണാണ്. ഓൾറെഡി തന്നെ 2023 മുതൽ എന്താണ് രൺവീർ സിംഗ് ബ്രാൻഡ് അംബാസിഡർ ആണ്. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ദീപിക പദുക്കോണിനെ കൂടി ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ദീപിക പദുക്കോൺ നമുക്ക് അറിയാവുന്നതാണ്. കാരണം നമ്മൾ എന്ത് ചെയ്തു? റീസെന്റ് ആയിട്ട് തന്നെ ചർച്ച ചെയ്തതാണ്. നമ്മുടെ കേന്ദ്ര മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് നിയമിതയായത് ആരാണ്? ദീപിക പദുക്കോണാണ്. അതുപോലെ തന്നെ 2022 ഖത്തർ വേൾഡ് കപ്പിന്റെ ട്രോഫി അനാവരണ ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണ്? ദീപിക പദുക്കോണാണ്. ദെൻ ഓസ്കാർ അവാർഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവാർഡ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാഫ്ത അവാർഡിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു നടിയാണ് ആരെന്ന് പറയുന്നത്? ദീപിക പദുക്കോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു അപ്പോയിന്റ്മെന്റ് ആണ്. ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺഫേം ചെയ്യുന്നു. അതായത് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? സോ അതിന്റെ സ്പെഷ്യാലിറ്റി കൂടി ചേർത്താണ് പറയുന്നത്. ജപ്പാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? സനെ തകായിച്ചി. ആരാണ്? സനെ തകായിച്ചി ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനുള്ളത്, ജപ്പാന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന സനെ തകായിച്ചി ആണ്. സോ അങ്ങനെ ഒരു വിശേഷണം കൂടി ഉണ്ട്. ഇതാണ് ജപ്പാന്റെ ഉരുക്ക് വനിത എന്ന വിശേഷണം കൂടി ആർക്കുണ്ട്? സനെ തകായിച്ചിക്കുണ്ട്. അപ്പോൾ സനെ തകായിച്ചിയാണ് എന്തായിട്ട് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർക്കുക. സോ ഒരു പ്രധാനമന്ത്രി അല്ലേ, ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടി എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഏതാണ്? ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? സനെ തകായിച്ചി പ്രതിനിധീകരിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഷോർട്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം അല്ലേ, ഈ രാത്രി യാത്രകളിലൊക്കെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. കാരണം നമ്മളിൽ പലരും ഒക്കെ ഇത് അനുഭവിക്കുന്നതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആണ്. അതായത് രാത്രി യാത്രയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ തയ്യാറാകാത്തവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ഇതാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? രാത്രി യാത്രയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ തയ്യാറാക്കാത്തവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ഇതാണ്. വില്ലനാകുന്ന വെളിച്ചം. ഇതാണ് വില്ലനാകുന്ന വെളിച്ചം. വളരെ കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 31ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ്? അപ്പോൾ 31ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ 2025 നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു മലയാള ചിത്രം എന്ത് ചെയ്തിരിക്കുന്നു? പ്രദർശിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പ്രഗ്നന്റ് വിഡോ. എന്താണ്? എ പ്രഗ്നന്റ് വിഡോ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിന്റെ സംവിധാനം ഉണ്ണി KR ആണ്. അപ്പോൾ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാം? ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ കഴിയുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യും. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? എന്താണ്? ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? അത് ഉറുഗ്വേ. ഏതാണ്? ഉറുഗ്വേ ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഉറുഗ്വേ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ രാജ്യം ഇതാണ്. അത് നെതർലൻഡ്. ഇതാണ് നെതർലൻഡ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, തിരിഞ്ഞു പോകാതെ ഓർക്കുക. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം നെതർലൻഡും ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നത് ഏതുമാണ്? അത് ഉറുഗ്വേയുമാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക.
ഇനി അടുത്തത് ഒരു റാങ്കിങ് ആണ്, അതായത് വളരെ പ്രധാനപ്പെട്ട റാങ്കിങ് 2025 പുറത്തുവിട്ട ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഇതാണ് 2025 പുറത്തുവിട്ട ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇൻഡെക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ എന്താണ് ആദ്യ സ്ഥാനക്കാരെയാണ് ചർച്ച ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്, അതായത് 25 രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്താണ്. 25 രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്താണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ എന്തിനായിരിക്കും? ഇന്ത്യയുടെ സ്ഥാനത്തിനാണ്. സോ ഈ ഒരു 2025 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രകാരം ഈ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 102. എത്രയാണ്? 102ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇനി ഏറ്റവും അവസാന സ്ഥാനത്ത് എന്ന് പറയുന്നത്, അതായത് 123ാം സ്ഥാനത്ത് സൊമാലിയാണ്. ആരാണ്? സൊമാലിയാണ്. സോ ഇന്ത്യയുടെ സ്ഥാനം 102, സൊമാലിയയുടെ സ്ഥാനം 123. ഏറ്റവും അവസാനം ഒന്നാം സ്ഥാനത്തുള്ളത് 25 രാജ്യങ്ങളാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വേദിയാണ്, അതായത് 46ാമത് ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അപ്പോൾ ഇത്രാമത്തെ 46ാമത് ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? അത് മലേഷ്യ. ഏതാണ്? മലേഷ്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ആസിയാന്റെ ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്ത. എവിടെയാണ്? ജക്കാർത്തയാണ്. ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ആസിയാന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് ആസിയാന്റെ പൂർണ്ണരൂപം. ദെൻ അത് ഫോം ചെയ്തത് 1967. 1967ലാണ് അത് ഫോം ചെയ്തത്. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യുക? നോർക്കാം. ആസ്ഥാനം ജക്കാർത്തയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത കണ്ടത് എന്തായിരുന്നു? 46ാമത് ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇതാണ്, മലേഷ്യയാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ് ആണ്, അതായത് ഇപ്പോൾ ഒരു ചെറിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ 2025 ഒക്ടോബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 2025 ഒക്ടോബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യ കുറച്ചുകൂടി പിന്നിലോട്ട് പോയിരിക്കുന്നു. 136. എത്രയാണ്? 136 ആണ് നിലവിലെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി മേ ബി നവംബറിലായിരിക്കും അടുത്ത അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് നമുക്കറിയാം അല്ലെ, ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് മാറിയത്. സ്പെയിൻ ആണ് ഒന്നാം സ്ഥാനത്ത് അല്ലെ, കാരണം അർജന്റീന കുറെ കാലം കൊണ്ട് അർജന്റീന ആയിരുന്നു, പിന്നീട് അർജന്റീന മാറി, ഇപ്പോൾ സ്പെയിൻ ഒന്നാം സ്ഥാനത്ത് വന്നു. അർജന്റീന മൂന്നാമതായിരുന്നത്. കഴിഞ്ഞ ആ ഒരു റാങ്കിങ്ങിൽ അർജന്റീന എത്രാമതായിരുന്നു? മൂന്നാമതേക്ക് പോയി. പക്ഷേ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരാണ്? അർജന്റീനയാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് സ്പെയിനും, രണ്ടാമത് അർജന്റീനയും, മൂന്നാമത് ഫ്രാൻസും ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 136 ആണ്. അപ്പോൾ അത് വളരെ കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വിരമിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് ഈ ഒരു പേര് എത്ര പേർക്ക് പരിചിതമാണെന്ന് എനിക്കറിയില്ല. കാരണം ഇദ്ദേഹം ഇന്ത്യൻ താരം എന്നാണെങ്കിലും ഇന്ത്യൻ ജേഴ്സിയിൽ അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. ആകെ 1-2 മത്സരങ്ങൾ, അതായത് ഏകദിനത്തിലൊരു മത്സരം, T20 മത്സരം, അങ്ങനെ മാത്രമേ കളിച്ചിട്ടുള്ളൂ. സോ പർവേസ് റസൂൽ എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം എന്ത് ചെയ്തിരിക്കുന്നു? അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിൽ നിന്നും എന്ത് ചെയ്തു? വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? പർവേസ് റസൂൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രിക്കറ്റ് താരമാണ്. പക്ഷേ 2 പ്രത്യേകതകൾ നമുക്ക് നോക്കി വെക്കാനുണ്ട്. ഒന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ താരം ആരാണ്? പർവേസ് റസൂലാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യണം. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് IPL കളിച്ച ജമ്മു കാശ്മീരിൽ നിന്നുള്ള ആദ്യ വ്യക്തി. അപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും IPL കളിച്ച ആദ്യ വ്യക്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന പർവേസ് റസൂൽ തന്നെയാണ്. സോ ഈ 2 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വിയോഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി, അതായത് യോഗേന്ദ്ര മക്വാന എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു? 2025 ഒക്ടോബറിൽ അന്തരിച്ചു. സോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 1988 കാലയളവ്, അതായത് ഇന്ദിരാഗാന്ധിയുടെ കീഴിലും അതുപോലെ തന്നെ എന്താണ് രാജീവ് ഗാന്ധിയുടെ കീഴിലും ഒക്കെ കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? യോഗേന്ദ്ര മക്വാന എന്ന് പറയുന്നത്. ആരോഗ്യം പോലുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആരോഗ്യം, ഖനി, അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. സോ അദ്ദേഹം എന്ത് ചെയ്തു? 2025 ഒക്ടോബറിൽ അന്തരിച്ചു. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത വിയോഗം ഒരു സന്തോഷ് ട്രോഫി താരമാണ്. അതായത് 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേരള സന്തോഷ് ട്രോഫി താരം. അദ്ദേഹത്തിന്റെ പേര് PJ വർഗീസ് എന്നാണ്. PJ വർഗീസ് എന്നാണ്. സോ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് 10th ലെവൽ എക്സാംസ് ഒക്കെ വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബെബ്കോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ദെൻ 2020 LDC, ഇങ്ങനെ ഒരുപാട് എക്സാംസ് വരാനുണ്ട്. സോ ഈ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ടാലന്റിന്റെ ഏറ്റവും പുതിയ LDC ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ LDC ബുക്കുകൾ സിലബസ് ഓറിയന്റ് ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി, ഇനി അതുപോലെ തന്നെ ഏറ്റവും പുതിയ SCRT കണ്ടന്റ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും Amazon, Flipkart, Meesho എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkala.com ഈ ബുക്കുകൾ ലഭ്യമാണ്.
അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ബ്രാൻഡാണ് ഏതെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് അബുദാബി. സോ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് 2025 നിയമിക്കപ്പെട്ടത് ആരെന്ന് പറഞ്ഞു? ദീപിക പദുക്കോൺ. ഇതിന് മുൻപ് തന്നെ 2023 രൺവീർ സിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞത് ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ജപ്പാന്റെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ്? സനെ തകായിച്ചി ആണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. രാത്രി യാത്രയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാൻ തയ്യാറാക്കാത്തവരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രം ഇതാണ്. അത് വില്ലനാകുന്ന വെളിച്ചം. എന്താണ്? വില്ലനാകുന്ന വെളിച്ചമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം പറഞ്ഞത് മറ്റൊരു ചിത്രത്തെ പറ്റിയായിരുന്നു. അതായത് 31ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണെന്ന് പറഞ്ഞു. അത് എ പ്രഗ്നന്റ് വിഡോ. എന്താണ്? എ പ്രഗ്നന്റ് വിഡോയാണ്. അതുകൂടി നോട്ട് ചെയ്യണം. ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം പറഞ്ഞു. ഏതാണ്? ഉറുഗ്വേയാണ്. ഇനി ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെതർലാൻഡ് ആണ്. അതിനുശേഷം ഒരു ഇൻഡെക്സ് ആണ് പറഞ്ഞത്. എന്ത് ഇൻഡെക്സ് ആണ് പറഞ്ഞത്? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. അതിൽ ആദ്യ സ്ഥാനം, അതായത് 1ാം സ്ഥാനത്ത് 25 രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ സ്ഥാനം 102 ആണെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം സൊമാലിയാണ്. അതിനുശേഷം ഒരു വേദി പറഞ്ഞു. അതായത് 46ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? മലേഷ്യ. ഏറ്റവും പുതിയ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞു 136. 1ാമത് ആരാണ്? സ്പെയിനാണ്. 2ാമത് അർജന്റീന. 3ാമത് ഫ്രാൻസ്. അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. പർവേസ് റസൂൽ എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു? വിരമിക്കൽ പ്രഖ്യാപിച്ചു. അതായത് ജമ്മു കാശ്മീരിൽ നിന്നും ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ആദ്യ താരം. അതുപോലെ തന്നെ എന്താണ്? ജമ്മു കാശ്മീരിൽ നിന്നും IPL കളിച്ച ആദ്യ ക്രിക്കറ്റ് താരം. ഇതൊക്കെ ആരാണ്? ഈ പറയുന്ന പർവേസ് റസൂലാണ്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. രണ്ട് വിയോഗങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഒരു മുൻ കേന്ദ്രമന്ത്രി യോഗേന്ദ്ര മക്വാന, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ എന്താണ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. ഒരു സന്തോഷ് ട്രോഫി താരം BJ വർഗീസ്, അദ്ദേഹം അന്തരിച്ച കാര്യം പറഞ്ഞു. സോ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2025 ചെറുകാട് പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ, E സന്തോഷ് കുമാർ, S ഹരീഷ്. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷ ആരെന്നാണ്? അപ്പോൾ ആശാ മേനോൻ, ലീല സേത്ത്, ഹിമ കോഹ്ലി, ഷാരീന്ദർ കൗർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, IUCN സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരെന്നാണ്? അത് വിവേക് മേനോൻ. ആരാണ്? വിവേക് മേനോൻ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച 5 ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തു നിന്നാണ്? അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. സോ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഒക്ടോബർ 23-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.